UDFിൽ സീറ്റ് ചർച്ച കീറാമുട്ടിയായി തുടരുന്നു. കോൺഗ്രസുമായി പരസ്യമായി ഇടഞ്ഞ് ജേക്കബ് ഗ്രൂപ്പ്. ജേക്കബ് ഗ്രൂപ്പിന് അങ്കമാലി വിട്ടു നൽകാനാവില്ലെന്ന് കോൺഗ്രസ്. ചർച്ചയിൽ തൃപ്തിയില്ലെന്നും ചർച്ച തുടരുമെന്നും ജോണി നെല്ലൂർ പ്രതികരിച്ചു. നാളെ തീരുമാനം അറിയിക്കാമെന്നാണ് പറഞ്ഞത്. ഇല്ല, ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ന്യായമാണെന്ന് അവർ അംഗീകരിച്ചു. പക്ഷേ അതിലപ്പുറത്ത് ഒരു തീരുമാനങ്ങളൊന്നും പറഞ്ഞില്ല. തീരുമാനം വൈകരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീരുമാനം നേരത്തെ ഉണ്ടാകണം. പ്രത്യേകിച്ച് ഞങ്ങളുടേതുപോലുള്ളൊരു കക്ഷിയുടെ സീറ്റ് ചർച്ചയൊന്നും ഇതുപോലെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ്. അങ്ങനെയൊന്നുമില്ല. അതേസമയം കോൺഗ്രസിനോട് 3 സീറ്റുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സീറ്റ് ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നും CP ജോൺ പ്രതികരിച്ചു. ഇന്ന് ചർച്ച നടന്നു. ഞങ്ങളുടെ രണ്ടാമത്തെ ചർച്ചയാണ്. പൂർണ്ണമായിട്ടുള്ള തീരുമാനങ്ങൾ 15-ാം തീയതി, മാർച്ച് 15-ാം തീയതി തന്നെ ഉണ്ടാകും. ഞങ്ങളുടെ കാര്യത്തിൽ ചില പുരോഗതികൾ ഉണ്ടായിട്ടുണ്ട്. അത് UDF നേതൃത്വം പറയും. പക്ഷേ എങ്കിലും പൂർണ്ണമായിട്ട് തീരുമാനങ്ങളായിട്ടില്ല. ഇതാണ് ഇന്നത്തെ സ്ഥിതി. ഞങ്ങൾ 3 സീറ്റാണ് ചോദിച്ചത്. അതിൽ കുന്നംകുളം സീറ്റും മറ്റ് 2 സീറ്റുകളും എന്നുള്ള പ്രപ്പോസലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത്. ഏറെക്കുറെ ചില ധാരണകൾ UDF നേതൃത്വം അംഗീകരിച്ചിട്ടുണ്ട്. 15-ാം തീയതി അത് അവർ തന്നെ പറയുന്നതാണ് ഭംഗി. എന്തോ ചില മുന്നോട്ടുള്ള പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മുന്നോട്ട് പോയിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ അവരായി ഡിസ്കസ് ചെയ്തിട്ടില്ല. അതേസമയം കേരള കോൺഗ്രസ് എമ്മുമായി നടത്തിയ ചർച്ചയിലും തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഘടകകക്ഷികളുമായുള്ള ചർച്ചയുടെ കൂടുതൽ വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായുള്ള ചർച്ചയെ തുടർന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയിലും യാതൊരു തീരുമാനവുമാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. അധിക സീറ്റുകൾ എന്ന കേരള കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് ഒരു വിധത്തിലും തയ്യാറായില്ല. നേരത്തെ മത്സരിച്ചിരുന്ന 15 സീറ്റുകൾക്ക് പുറമെ കൂടുതൽ 3 സീറ്റുകളാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഈ 3 സീറ്റുകൾ, അധിക സീറ്റുകൾ നൽകുക എന്നത് കോൺഗ്രസ് ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, കേരള കോൺഗ്രസ് നിലവിൽ കൈവശം വെച്ചിരിക്കുന്ന 2 സീറ്റുകൾ കോൺഗ്രസ് തിരികെ ആവശ്യപ്പെടുകയും ചെയ്തു. പൂഞ്ഞാർ, കുട്ടനാട് സീറ്റുകളാണ് കോൺഗ്രസ് കേരള കോൺഗ്രസിൽ നിന്നും തിരികെ ആവശ്യപ്പെട്ടത്. എന്നാൽ കേരള കോൺഗ്രസ് നേരത്തെ പരാജയപ്പെട്ട 3 സീറ്റുകളായ തളിപ്പറമ്പ്, ആലത്തൂർ എന്നീ സീറ്റുകൾ, ഈ സീറ്റുകളിൽ മാത്രമേ ഒരു വെച്ചുമാറ്റം സാധ്യമാകൂ എന്ന നിലപാടാണ് നിലവിൽ കേരള കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. എന്തായാലും കേരള കോൺഗ്രസുമായുള്ള ചർച്ച യാതൊരു തീരുമാനവുമാവാതെ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. 14-നാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായുള്ള തുടർ ചർച്ചകൾ നടക്കുക. ഒപ്പം തന്നെ നേരത്തെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ചയും യാതൊരു തീരുമാനവുമാകാതെ പിരിഞ്ഞിരുന്നു. കൂടുതൽ സീറ്റ് എന്ന ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അങ്കമാലി സീറ്റ് വേണമെന്ന ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യത്തിലും ഒരു തീരുമാനം നേരത്തെ ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ചെയർമാനായ ജോണി നെല്ലൂരാണ് തനിക്ക് മത്സരിക്കാനായി അങ്കമാലി സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്കമാലി സംബന്ധിച്ച് യാതൊരു ഉറപ്പും നേരത്തെയുള്ള ചർച്ചയിൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ജേക്കബ് വിഭാഗവുമായുള്ള ചർച്ചയെ പോലെ തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവുമായുള്ള ചർച്ചയിലും യാതൊരു തീരുമാനവുമാകാതെ ഉഭയകക്ഷി ചർച്ച പിരിഞ്ഞിരിക്കുകയാണ്. അതേസമയം തന്നെ CMPയുമായുള്ള ചർച്ചയിലാണ് ഏകദേശ ധാരണയെങ്കിലും ഉണ്ടായിരിക്കുന്നത്. CMPക്ക് കുന്നംകുളം സീറ്റ് നൽകാമെന്ന നിലവിൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ CMPയുടെ മറ്റ് കൂടുതൽ സീറ്റുകൾ, 3 സീറ്റ് എന്ന ആവശ്യമാണ് CMP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അക്കാര്യത്തിലും ഒരു ഉറപ്പ് കോൺഗ്രസിൽ നിന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും കക്ഷികളെല്ലാം തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ UDFിലെ ഉഭയകക്ഷി ചർച്ചകൾ കൂടുതൽ സങ്കീർണമാവുന്ന കാഴ്ചയാണ് നിലവിൽ കാണാനാകുന്നത്. ഒപ്പം ഇനി ജനതാദൾ യുണൈറ്റഡുമായുള്ള ഉഭയകക്ഷി ചർച്ചയും നടക്കാനിരിക്കുന്നു. ഈ ചർച്ചകൾ ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ പുരോഗമിക്കുകയാണ്. സുമി, ജിതിൻ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സീറ്റ് വിഭജനം സംബന്ധിച്ച് LDFിൽ ഉഭയകക്ഷി ചർച്ച തുടരും. ഈ മാസം 19-ന് വീണ്ടും LDF യോഗം ചേരും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDF മണ്ഡലം കമ്മിറ്റികളുടെയും ബൂത്ത് കമ്മിറ്റികളുടെയും പ്രവർത്തനം കൂടുതൽ സജീവമാക്കാൻ തീരുമാനിച്ചു. കോൺഗ്രസുമായി 2011-ൽ ഉഭയകക്ഷി ധാരണ പ്രകാരമുണ്ടാക്കിയ കത്ത് ചോർന്നതിൽ മുസ്ലിം ലീഗിന് അതൃപ്തി. തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വഴി ചോർന്നതിനാലാണ് മുസ്ലിം ലീഗ് നേതൃത്വം കടുത്ത പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ കത്ത് വലിയ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്നും തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിന്റേതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു.
2011 താമരശ്ശേരി രൂപതയുടെ താൽപര്യപ്രകാരം PK കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിക്ക് എഴുതി ഒപ്പിട്ട് നൽകിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാമെന്നാണ് കത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെയും താമരശ്ശേരി ബിഷപ്പിന്റെയും സാന്നിധ്യത്തിലാണ് ഉടമ്പടി തയ്യാറാക്കിയതെന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതി സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കർഷക പ്രതിനിധിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്നാൽ വളരെ നേരത്തെ തന്നെ തിരുവമ്പാടിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചാരണം ആരംഭിച്ച മുസ്ലിം ലീഗ് ഒരു സാഹചര്യത്തിലും സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന നിലപാടിലാണ്. നേരത്തെ മുഖ്യമന്ത്രിക്ക് നൽകിയ കത്ത് മാധ്യമങ്ങളിലൂടെ ചോർന്നതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത്തരം വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നത് ജയസാരഥിയെ ബാധിക്കുമെന്ന് മുസ്ലിം ലീഗ് കരുതുന്നു. കത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച മുസ്ലിം ലീഗിന്റെ നിലപാട് ആവർത്തിച്ചു. തിരുവമ്പാടി സീറ്റ് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് UDF നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവന് കത്തൊക്കെ മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് മുഖ്യമന്ത്രിയോട് സംസാരിച്ചാൽ മതിയല്ലോ. താമരശ്ശേരി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മലയോര വികസന സമിതിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസിലെ ഒരു വിഭാഗമാണ് 5 വർഷം പഴക്കമുള്ള കത്ത് പുറത്തുവിട്ടതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് സംശയിക്കുന്നത്. ഉടമ്പടി കത്ത് പുറത്തുവിട്ട് മുസ്ലിം ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള തന്ത്രം അണിയറയിൽ നടന്നതായി സംശയിക്കുന്നു. ഇതോടെ തിരുവമ്പാടി സീറ്റ് സംബന്ധിച്ച് UDF കൂടുതൽ പ്രതിസന്ധിയിലായി. അടുത്ത ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റ് വിഭജന ചർച്ചയോടൊപ്പം കത്ത് ചോർന്ന വിഷയവും സജീവ ചർച്ചയാകുമെന്നുറപ്പാണ്. തിരുവനന്തപുരം ബ്യൂറോയോടൊപ്പം കോഴിക്കോട് നിന്നും സിജു കണ്ണൻ. ലീഗിനുള്ള സീറ്റാണ് തിരുവമ്പാടിയെന്ന് VM സുധീരൻ പറഞ്ഞു. തിരുവമ്പാടി സീറ്റിൽ തർക്കമുന്നയിക്കുന്നത് ഉചിതമല്ല. കരുണ എസ്റ്റേറ്റ് വിഷയത്തിലെ അപാകത പരിഹരിക്കുമെന്നും VM സുധീരൻ പറഞ്ഞു. രാജ്യസഭാ സീറ്റിലേക്കുള്ള UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. UDFിൽ നിന്ന് കോൺഗ്രസിനു വേണ്ടി AK ആന്റണിയും ജനതാദളിൽ നിന്ന് വീരേന്ദ്രകുമാറും പത്രിക സമർപ്പിച്ചു. LDFിനു വേണ്ടി CPIMലെ അഡ്വക്കേറ്റ് K സോമപ്രസാദ് ഉച്ചയ്ക്ക് ശേഷം പത്രിക നൽകും. JSS നേതാവ് രാജൻ ബാബു വിഭാഗം UDF വിട്ടു. കോൺഗ്രസിൽ നിന്നും UDFിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നവരുമായി സഹകരിക്കുമെന്നും രാജൻ ബാബു കൊച്ചിയിൽ പറഞ്ഞു. BJPയോടും NDA മുന്നണിയോടും ഐത്തമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വർഗീയതയ്ക്കും അഴിമതിക്കുമെതിരെ മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് ക്ലിമിസ് കാതോലിക്ക ബാവ. ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയില്ല. പ്രാദേശിക വിഷയങ്ങൾ വോട്ട് ചെയ്യാൻ മാനദണ്ഡമാക്കുമെന്നും CBCI പ്രസിഡന്റ് കർദിനാൾ ക്ലിമിസ് കാതോലിക്ക ബാവ പറഞ്ഞു. ദളിത്, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ സംവരണ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിഷേധ നിലപാട് അംഗീകരിക്കാനാകില്ല. തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം വിഷയങ്ങളും ഒപ്പം പ്രാദേശിക വിഷയങ്ങളും വോട്ട് ചെയ്യുന്നതിന് മാനദണ്ഡമാകും. ഓരോ പ്രദേശങ്ങളിലുമുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ പഠിക്കണം. അഴിമതിയും വർഗീയതയും പ്രധാന വിഷയങ്ങളാണ്. ഇതെല്ലാം അനുസരിച്ച് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണം. എന്നാൽ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് സഭ പറയില്ലെന്നും CBCI പ്രസിഡന്റ് ബസേലിയസ് ക്ലീമിസ് കത്തോലിക്ക ബാബ പറഞ്ഞു. സഭ ഇന്ന പാർട്ടിക്ക് വേണ്ടി ഇന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി മാത്രമേ വോട്ട് ചെയ്യാവൂ എന്ന നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല, അത് എടുക്കുകയുമില്ല. വോട്ടർമാരുടെ ആവശ്യങ്ങളെ അതത് സ്ഥലങ്ങളിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഭയ്ക്ക് ബാധ്യതയുണ്ടെന്നും അത് സഭ ചെയ്യുമെന്നും ക്ലീമിസ് ബാബ വ്യക്തമാക്കി. M സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി എത്തിയ പൊതുവേദിയിൽ രമേശ് ചെന്നിത്തല ഭിന്നശേഷിക്കാരനെയും കുടുംബത്തെയും അപമാനിച്ചു. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലാണ് സംഭവം നടന്നത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ കുടുംബത്തെ പരസ്യമായാണ് ചെന്നിത്തല അവഹേളിച്ചത്. UDFിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്ന വേദിയിലാണ് രമേശ് ചെന്നിത്തല ഭിന്നശേഷിയുള്ള കുട്ടിയെയും കുടുംബത്തെയും പരസ്യമായി അവഹേളിച്ചത്. ചെന്നിത്തലയുടെ പ്രസംഗത്തിനിടയിൽ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മുഖ്യമന്ത്രിയെ വേദിയിൽ എത്തിച്ചു തന്നെ I ഗ്രൂപ്പ് നേതാവായ ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇതിനിടയിൽ മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നതിനായാണ് ഭിന്നശേഷിക്കാരനായ കുട്ടിയുമായി ബന്ധുക്കൾ വേദിക്കരികിലെത്തിയത്. മുഖ്യമന്ത്രി അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടേ പോകുള്ളൂ. അങ്ങോട്ട് CM കാണും ആ സൈഡിലോട്ട് കണ്ടിട്ടേ പോകുള്ളൂ. മുഖ്യമന്ത്രിക്ക് വേണ്ടി പരാതി വാങ്ങാനെത്തിയ ചെങ്ങന്നൂർ MLA PC വിഷ്ണുനാഥിനെയും ചെന്നിത്തല പരസ്യമായി ആക്ഷേപിച്ചതായാണ് A ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത്. വേദിയിൽ കയറ്റാത്തതിനെ തുടർന്ന് യോഗം കഴിയും വരെ വേദിക്ക് പുറത്ത് മുഖ്യമന്ത്രിയെ കാത്തുനിന്ന ശേഷമാണ് കുടുംബം മടങ്ങിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.
രശ്മി ഫിലിം സൊസൈറ്റി സംഘടിപ്പിക്കുന്ന 74ാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവം 12-13 തീയതികളിൽ മലപ്പുറത്ത് നടക്കും. ടൗൺ ഹാളിൽ സംവിധായകൻ കമൽ മേള ഉദ്ഘാടനം ചെയ്യും. ലോക സിനിമ, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ, ഡോക്യുമെന്ററി വിഭാഗങ്ങളിലാണ് പ്രദർശനം. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, പബ്ലിക് റിലേഷൻ വകുപ്പ്, സംസ്ഥാന ഫിലിം സൊസൈറ്റി എന്നിവരുമായി സഹകരിച്ചാണ് ചലച്ചിത്രമേള. വൈവിധ്യമായ സിനിമകൾ പ്രദർശനത്തിനുള്ളതായി സംഘാടകർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ മണമ്പൂർ രാജൻ ബാബു, അനിൽ കുറുപ്പത്ത്, മുഹമ്മദ് കോയ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ വാർഷിക ബജറ്റിൽ കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ കേബിൾ TV കാണുന്ന ഉപഭോക്താക്കൾ പ്രതിമാസം 10 രൂപ വിനോദ നികുതിയായി നൽകണമെന്ന കോർപ്പറേഷൻ തീരുമാനത്തിനെതിരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മേയർ സൗമിനി ജെയിനെ പ്രതിഷേധക്കാർ കോർപ്പറേഷന് മുന്നിൽ തടഞ്ഞു. BJP നേതാവ് AN രാധാകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സാമ്പത്തിക പ്രതിസന്ധികൾ കേബിൾ TV ഓപ്പറേറ്റർമാർ നേരിടുമ്പോൾ ഓപ്പറേറ്റർമാർ വഴി സാധാരണ ജനങ്ങളിൽ നിന്ന് വിനോദ നികുതി പിരിക്കാനുള്ള കോർപ്പറേഷൻ നീക്കം ഏകപക്ഷീയവും ജനവിരുദ്ധവുമാണെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV രാജൻ പറഞ്ഞു. കൊച്ചി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് KJ ആന്റണി, K വിജയകൃഷ്ണൻ, KB രാജൻ തുടങ്ങിയ നേതാക്കൾ ധർണയിൽ പങ്കെടുത്തു. പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ കല്യാൺ സിൽക്സിന്റെ കാസർഗോഡ് ഷോറൂം നടൻ പൃഥ്വിരാജ് ഉദ്ഘാടനം ചെയ്തു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B ഫാത്തിമ ഇബ്രാഹിം, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 4 നിലകളിലായി 30,000 ചതുരശ്ര അടി വിസ്തൃതിയിലുള്ളതാണ് ഷോറൂം. ലക്ഷദ്വീപിൽ റഫറൽ ആശുപത്രി സ്ഥാപിക്കണമെന്ന് KK രാഗേഷ് MP രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ദ്വീപ് നിവാസികളായ രോഗികളെ അടിയന്തര സാഹചര്യത്തിൽ കേരളത്തിലെത്തിക്കാൻ പ്രതിവർഷം 15 കോടിയോളം രൂപ ചെലവ് വരുന്നതായി KK രാഗേഷ് രാജ്യസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ തുക ഉപയോഗിച്ച് ആധുനിക സൗകര്യങ്ങളോട് കൂടിയ റഫറൽ ആശുപത്രി സ്ഥാപിക്കാമെന്നും കേന്ദ്ര സർക്കാരിനെ MP അറിയിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് സംഘാടകർക്ക് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അന്ത്യശാസനം. നാളെ 5 കോടി പിഴ അടച്ചില്ലെങ്കിൽ പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്ന് ട്രിബ്യൂണൽ. ജയിലിൽ പോയാലും പിഴ അടക്കില്ലെന്ന് ശ്രീ രവിശങ്കറിന്റെ വെല്ലുവിളി. സമ്മേളനത്തിന്റെ മുഖ്യാതിഥിയായിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് ചടങ്ങിൽ നിന്ന് പിന്മാറി. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും മനു ശങ്കർ ചേരുന്നുണ്ട്. മനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി യമുന നദീതീരം നിരപ്പാക്കി നശിപ്പിച്ചതിനും 5 കോടി രൂപ പിഴ അടക്കണമെന്നായിരുന്നു ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നേരത്തെയുള്ള ഉത്തരവ്. എന്നാൽ പിഴ അടക്കില്ലെന്ന് ആർട്ട് ഓഫ് ലിവിംഗ് സംഘടന വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് 4 മണിക്ക് മുമ്പ് തന്നെ പിഴത്തുക അടക്കണമെന്ന് ഹരിത ട്രിബ്യൂണൽ നിർദ്ദേശിച്ചത്. അടിയന്തരമായി വാദം കേട്ട ജസ്റ്റിസ് സ്വതന്ത്രകുമാറിന്റെ ബെഞ്ച് സംഘാടകർക്ക് നാളെ വരെ സമയം നീട്ടി നൽകുകയും ചെയ്തു. നാളെ 5 മണിക്ക് തുടങ്ങുന്ന ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി പിഴ അടക്കണമെന്നാണ് ഹരിത ട്രിബ്യൂണൽ ഉത്തരവിട്ടിരിക്കുന്നത്. പിഴ അടച്ചില്ലെങ്കിൽ പരിപാടിയുടെ അനുമതി റദ്ദാക്കുമെന്നും ഹരിത ട്രിബ്യൂണൽ തന്നെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതേസമയം എന്ത് വില കൊടുത്തും പിഴ അടക്കില്ലെന്നാണ് ശ്രീ രവിശങ്കർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം മുഖ്യാതിഥിയായിരുന്ന സിംബാബ്വെ പ്രസിഡന്റ് ചടങ്ങിൽ നിന്ന് പിന്മാറിയതായും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സോമി, മനുശങ്കറാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ ആദരിക്കാൻ കൈരളി പീപ്പിൾ TV ഏർപ്പെടുത്തിയ ഡോക്ടേഴ്സ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. സർക്കാർ സർവീസിൽ നിന്നും ഡോക്ടർ ഷാഹിർ ഷാ, സന്നദ്ധ സേവന മേഖലയിൽ നിന്ന് ഡോക്ടർ YS മോഹൻകുമാർ, സ്വകാര്യ മേഖലയിൽ നിന്ന് ഡോക്ടർ PA ലളിത എന്നിവരാണ് അവാർഡിന് അർഹരായത്. മാർച്ച് 15-ന് തിരുവല്ലയിൽ നടക്കുന്ന ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ആതുര ശുശ്രൂഷ രംഗത്തെ മികച്ച പ്രതിഭകളെ കണ്ടെത്താൻ കൈരളി പീപ്പിൾ TV ഇത് 2ാം തവണയാണ് ഡോക്ടേഴ്സ് അവാർഡ് ഏർപ്പെടുത്തുന്നത്. കേരള സർവകലാശാല മുൻ VC-യും ന്യൂറോ സർജനുമായ ഡോക്ടർ B ഇക്ബാൽ, ജനകീയാരോഗ്യ പ്രവർത്തകൻ ഡോക്ടർ V രാമൻകുട്ടി, സൈക്കോളജിസ്റ്റ് T പാർവതി എന്നിവരടങ്ങിയ വിധിനിർണയ സമിതി ജനകീയ നാമനിർദ്ദേശത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. ഒരു സർക്കാർ ആശുപത്രിയുടെ എല്ലാ പരിമിതികളോടും പടവെട്ടി അത്യന്താധുനിക സേവനങ്ങൾ ഗ്രാമീണ മേഖലയിലെ ആരോഗ്യരംഗത്ത് ലഭ്യമാക്കിയതാണ് ഡോക്ടർ ഷാഹിർ ഷായെ അവാർഡിന് അർഹനാക്കിയത്. പുനലൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടാണ് ഡോക്ടർ ഷാഹിർ ഷാ. വൻകിട ആശുപത്രികളിൽ മാത്രം കണ്ടുവരുന്ന വേദനരഹിത സാധാരണ പ്രസവം ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ നടപ്പാക്കുന്നത് പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ്. അത്യന്താധുനിക ലേബർ സ്യൂട്ട്, ഡയാലിസിസ് യൂണിറ്റ്, ക്യാൻസർ കെയർ പദ്ധതി, ഓക്സിജൻ യൂണിറ്റ് എന്നിവയെല്ലാം ഡോക്ടർ ഷാഹിർ ഷായാണ് ഇവിടെ നടപ്പിലാക്കിയത്.
എൻഡോസൾഫാൻ എന്ന മാരക കീടനാശിനിയെക്കുറിച്ച് ലോകത്തെ ആദ്യമായി അറിയിക്കുകയും അവരുടെ അതിജീവനത്തിന്റെ പാതയിൽ ഊർജം പകരുകയും ചെയ്ത ആതുര ശുശ്രൂഷകനാണ് ഡോക്ടർ YS മോഹൻകുമാർ. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ എണ്ണമറ്റ പോരാട്ടങ്ങൾക്ക് വഴിവിളക്കായത് ഡോക്ടർ മോഹൻകുമാറിന്റെ ഇടപെടലുകളായിരുന്നു. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രിയ ഡോക്ടറാണ് ഡോക്ടർ YS മോഹൻകുമാർ. ചികിത്സാ വൈദഗ്ധ്യവും ഭരണപാഠവും ഒത്തുചേർന്ന ബഹുമുഖ പ്രതിഭയാണ് കോഴിക്കോട്ടെ മലബാർ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ PA ലളിത. സന്നദ്ധ സേവന രംഗത്തും സാംസ്കാരിക രംഗത്തും കോഴിക്കോട്ടെ നിറസാന്നിധ്യം കൂടിയാണ് ഡോക്ടർ ലളിത. സ്ത്രീകളുടെ ആരോഗ്യ സുരക്ഷയും സാമ്പത്തിക സുരക്ഷിതത്വവും ലക്ഷ്യമാക്കി ഡോക്ടർ ലളിത നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. മാർച്ച് 15-ന് തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി അവാർഡുകൾ വിതരണം ചെയ്യും. ന്യൂസ് ഡെസ്ക്.